കനകോലു പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചു, ഒരു ഭരണവിരുദ്ധ വികാരമായ ഒരു ട്രെൻഡായിട്ട് ഇത് മാറാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? തദ്ദേശ തിരഞ്ഞെടുപ്പ് വെച്ച് എപ്പോഴും നിയമസഭയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ 2010 പൂർണ്ണമായിട്ടും തൂത്തുവാരിയിട്ടും 580-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 8 ജില്ലാ പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരത്തിലേറാൻ പറ്റിയത് കേവലം 2 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ്. 72 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെയാണ് ആ കണക്കിലെ കൗതുകം കിടക്കുന്നത്. 2006 VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് UDF 42 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 72 സീറ്റുകളിൽ കഷ്ടിച്ച് കടന്നുകൂടി. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 47 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായി. മൊത്തം ശരാശരി നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് 55 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങുന്ന കാഴ്ച കണ്ടു. എന്താ ഇതിൻ്റെ സീക്രട്ട്? അവിടെ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 2008 മണ്ഡല പുനർനിർണ്ണയം, നമ്പർ 2 BJPയുടെ ഗ്രോത്ത്. ഇത് രണ്ടും മനസ്സിലാക്കാതെയുള്ള ഒരു അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് UDF കരുതുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി അങ്ങ് പറിച്ച് നിയമസഭയിലേക്ക് വയ്ക്കുമെന്നുള്ളത് പറയില്ല. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പോകണമായിരുന്നു, കാസർഗോഡ് പോകണമായിരുന്നു, തിരുവനന്തപുരം പോകണമായിരുന്നു, കൊല്ലം പോകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF-ന്റെ ഒരു വേവ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോഴും LDF-നോടൊപ്പമാണ്. 2010 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം LDF-നോടൊപ്പം നിന്നിടത്ത് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നും 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-നുമാണ്.